ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ഹൈക്കിങ്ങിലാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മനോഹാരിതയും. അതുപോലെ ഇവിടുത്തെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാൻ സാധിക്കും. ഇന്നത്തെ ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്തതുപോലെ തന്നെ രാവിലെ 3:30 മണിക്ക് തന്നെ യാത്ര പുറപ്പെട്ടു. കാരണം ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഫുജൈറ അൽറാബി ടവർ എന്ന ഈ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അൽറാബി ടവറിലുള്ള മൗണ്ടൈനിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഹൈക്കിങ്. കൃത്യം ഏകദേശം നമ്മളൊരു 5 മണിയോട് കൂടി തന്നെ നമ്മൾ ഫുജൈറ അൽറാബി ടവറിന്റെ കീഴിലെത്തി. നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഏകദേശം നമ്മുടെ യാത്ര അവിടെ നിന്നും ആരംഭിക്കുകയുണ്ടായി. നമ്മൾ ഏകദേശം ഒരു 40ഓളം വരുന്ന സുഹൃത്തുക്കൾ അടങ്ങിയതായിരുന്നു നമ്മളുടെ ഒരു സംഘം. നമ്മൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയത് കൊണ്ട് തന്നെ നമുക്കൊരു 5:30 മണിക്ക് തന്നെ നമുക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. നല്ലൊരു മനോഹരതയായിരുന്നു. കാരണം ഫുജൈറയുടെ ആ ഒരു നഗരപ്രദേശം ഉള്ള ലൈറ്റിൽ രാവിലെ തന്നെ കാണാൻ പറ്റിയ നല്ലൊരു രസമായിരുന്നു. അപ്പോൾ കയറി പോകുമ്പോൾ ഈ ഒരു മനോഹരത കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇത്രയും രാവിലെ നല്ലൊരു ക്ലൈമറ്റും കൂടിയാണ്, നല്ല ചെറിയൊരു ഇളം തണുപ്പുണ്ട്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ കയറാൻ തുടങ്ങിയത്. നമ്മളിവിടെ കൃത്യം രാവിലെ തന്നെ വന്ന് മല കയറാനുണ്ടായിരുന്ന പ്ലാന് എന്നുള്ളത് ഇതിൻ്റെ ഒരു സൺറൈസ് നമുക്ക് കാണണം എന്നുള്ളതാണ്. മലന്റെ മുകളിൽ കയറി ആ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏകദേശം നമ്മളൊരു 1600 മീറ്ററോളം കയറിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൺറൈസ് നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുകയുണ്ടായി. മക്കളെ, ഇതാണ് ഇതിന്റെ കിടിലം വ്യൂ. ഇതാ കണ്ടോളി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ശേഷമുള്ള നമ്മുടെ ഓരോ ചൂടുവെപ്പും വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫുജൈറയുടെ മുഴുവൻ പ്രദേശങ്ങളും നമ്മൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് മല കയറാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു മലയുടെ പ്രത്യേകത. അതൊരു എല്ലാവർക്കും നല്ലൊരു ഇൻട്രസ്റ്റീവ് ആയിരുന്നു കാര്യം. കാരണം നമ്മൾ മല കയറി ക്ഷീണിക്കുമ്പോഴും ഈ ഒരു മനോഹരതയിൽ നമ്മൾ അവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ ഏകദേശം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ നമുക്ക് ഊർജം തന്നുകൊണ്ടേയിരുന്നു.
നമുക്ക് ഈ മലകളിലേക്ക് കയറി പോകാനുള്ള വഴികൾ അത്ര ഡിഫിക്കൽട്ടി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ചെറിയ ഡിഫിക്കൽസി ഉണ്ട്, പക്ഷേ എന്നാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം നല്ലൊരു പാത ഒരുക്കിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഡിഫിക്കൽട്ടി ഇല്ല. നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ നടന്ന് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇത്തിരി ഡിഫിക്കൽസി തോന്നിയിട്ടുള്ളത്. Tiger. ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വാവ് റഫാൻ, വാവ് ഫാൻ. 我这个就懒了一点了，没有它这个比较，我觉得它那个。 കാലത്ത് 5:30 മണിക്ക് നമ്മൾ ആരംഭിച്ച യാത്ര തിരിച്ച് ഇറങ്ങുമ്പോൾ ഏകദേശം 9 മണി ആയിട്ടുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ വന്ന വഴിയിലൂടെ തന്നെയായിരുന്നു തിരിച്ച് പോകേണ്ടതും, സെയിം വേ ആണ് നമ്മൾ റിട്ടേൺ പോകേണ്ടതും. പക്ഷെ നമ്മൾ കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങിയാൽ താഴെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ, എളുപ്പത്തിൽ എത്താമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ആ ഒരു ചാലഞ്ച് ഏറ്റെടുത്തു. നമ്മളങ്ങനെ ഏറ്റെടുത്ത ചാലഞ്ച് പക്ഷെ നമ്മളെ വിചാരിച്ച പോലെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ചാലഞ്ച് ആയിരുന്നില്ല. ഏകദേശം 1.5 മണിക്കൂറോളം നമുക്ക് വേണ്ടി വന്നു ഇത് താഴെ എത്തുന്നതിന് വേണ്ടിയിട്ട്.
പക്ഷെ ഒരു രസകരമായിരുന്നു, ഒരു റിസ്കി ചാലഞ്ച് ഏറ്റെടുത്ത് ഒരു ത്രില്ല് ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇറങ്ങുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പാറക്കെട്ടുകളുടെ ഇടയിലൂടെ തന്നെ നമ്മൾ കുറച്ച് റിസ്കി ആയിട്ട് തന്നെ ഇറങ്ങേണ്ടതുണ്ട്. പക്ഷെ വന്ന വഴി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു രസകരമായിരുന്നു. പുതിയൊരു വഴി തേടി താഴെത്തുക എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണല്ലോ. അപ്പോൾ അത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് വിശ്രമമൊക്കെ നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ അത് പൂർത്തീകരിച്ചു. ഏകദേശം താഴെത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10:30-10:45 സമയമായിട്ടുണ്ട്. എന്നാലും നമുക്കതൊരു ത്രില്ലിംഗ് ആയിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത്.